ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇത് പ്ലാൻഡ് വീഡിയോ അല്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നത്, അതാണ് ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല. ഞാൻ ചാർജിലിട്ടിട്ട് അതേ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് തനുക്കുട്ടിക്ക് ഇതൊരു ക്യാരറ്റ് ഉണ്ട്. ഞാൻ വെജിറ്റബിൾ പാസ്ത ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എൻ്റെ ബാക്കി വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരു ക്യാരറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് ലെറ്റ്യൂസ് ഉണ്ട്, പിന്നെ കോൺ ഉണ്ട്, നമ്മുടെ കോൺ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊരു പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ചോറുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ശ്രീക്ക് ഇന്ന് ഓഫീസിൽ പോകണമായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ ചപ്പാത്തിയും മഷ്റൂം കറിയും കണ്ടായിരുന്നു ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ശ്രീ ഇതെടുക്കാൻ വിട്ടുപോയി, ലഞ്ച് ബോക്സ് എടുക്കാൻ വിട്ടുപോയി. ഇതിട്ട് വെച്ചാൽ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനുണ്ടായിരുന്നേ. അന്നേരം ശ്രീൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ഇവിടെ നിന്ന് പോകാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ധൃതിയിൽ റെഡിയായെന്ന് പറഞ്ഞപ്പോഴത്തേനും ആ ധൃതിയിൽ അങ്ങ് ഇറങ്ങിപ്പോയതാണ്. പക്ഷേ ലഞ്ച് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ശ്രീക്ക് ഇന്ന് വൈകിട്ട് ചപ്പാത്തിയും മഷ്റൂമുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ തനുക്കുട്ടിക്ക് എന്നാൽ അപ്പം ഞാൻ ചിക്കൻ ഓൾറെഡി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വൈകിട്ട് ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചിക്കൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു, കാരണം ചപ്പാത്തി കുറച്ച് ഉണ്ടാക്കിയത് ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തനുക്കുട്ടിക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൽ ഞാൻ കുറച്ച് ചിക്കനും കൂടി ചേർക്കും കേട്ടോ. ആദ്യം തന്നെ ഞാനിത് രണ്ടും വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, പീൽ ചെയ്തും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഓക്കെ, ഇതിൽ ഈ മുഴുവൻ ഇത്രയും ക്യാരറ്റ് വേണ്ട കേട്ടോ. ഇതിൽ കുറച്ച് ക്യാരറ്റ് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഉള്ളി വേണ്ട, ഇതിൻ്റെ പകുതി മതിയാവും. ബാക്കി പകുതി സാൻഡ്വിച്ചിന്. ഇത്ര കാഷ്യൂ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ പാസ്ത ഉണ്ടല്ലോ അതും കൂടെ വേവിച്ച് മാറ്റി വെച്ചേക്കാം. പിന്നെ നമ്മുടെ പരിപാടി എളുപ്പം കേട്ടോ. ഇത് രണ്ടും ആക്കി വെച്ച് കഴിഞ്ഞാൽ പരിപാടി എളുപ്പം. ഞാൻ ഇതിനു മുമ്പ് വൈറ്റ് പാസ്ത കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നോട് പേഴ്സണലി കുറച്ച് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മോനിഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇങ്ങനെ ഈ വെജിറ്റബിൾ പാസ്ത ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, അവർ കഴിക്കുകയും ചെയ്തോളും. ഭക്ഷണമൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരേപോലെ ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ പിള്ളേർ കഴിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ ഇത്തിരി മടിയാണേ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇത് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം അവൾ കഴിക്കുന്നുണ്ടോയെന്ന്. ഓക്കെ, അപ്പം നമുക്ക് പാസ്ത വേവിക്കാം. നമുക്ക് പാസ്ത വേവിക്കാനായിട്ട് ഞാൻ മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, കാരണം ചാർജറിൽ കുത്തിയിട്ടേക്കുവാ. എനിക്ക് മൈക്ക് വെക്കാൻ പറ്റില്ല. തിളയ്ക്കുന്നുണ്ടേ, കുറച്ച് വെക്കാം. ഞാൻ ഒച്ചയില്ലാണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ എടുക്കുക കേട്ടോ. കാര്യം തനിക്കുട്ടി നല്ല ഉറക്കത്തില്ല, ചിലപ്പോൾ വേഗം തന്നെ എണീക്കും. ഇത് ഈ പാസ്ത ഏതാണെന്നറിയോ? ഇത് മൾട്ടിഗ്രെയിൻ പാസ്തയും കണ്ടോട്ടോ. നമുക്ക് മില്ലറ്റിൻ്റെ പാസ്ത അങ്ങനെ. ഇത് എന്താണെന്നറിയോ, നമ്മുടെ ബ്രൗൺ റൈസും വൈറ്റ് റൈസും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു മൾട്ടിഗ്രെയിനും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു പാസ്ത കേട്ടോ. ഇതിൻ്റെ മില്ലറ്റ് പാസ്ത ഒക്കെ കിട്ടും കേട്ടോ. അതും നല്ല ബ്രാൻഡാണ്. ഇത്രയും എടുക്കുന്നുള്ളൂ കേട്ടോ, ഇത്രയും മതിയാവും. കുഞ്ഞല്ലേ, ഇത്ര മതിയാവും. കാര്യം അതിൻ്റെ കൊഴുപ്പും എല്ലാം കൂടെ വരുമ്പോൾ ഒത്തിരി ഉണ്ടാവും. ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേനെ ഒരുപാടുണ്ടാവും. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം.
നമുക്ക് പാസ്ത വേവിക്കാനായിട്ട് വെക്കാം. ഞാൻ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഇതിൽ ഉപ്പുണ്ടല്ലോ. നമ്മുടെ വെജിറ്റബിൾസിൽ ഉപ്പുണ്ട്, ക്യാരറ്റിൽ ഉപ്പുണ്ട്, പിന്നെ നമ്മൾ മറ്റേ ഓർഗാനോ ഒക്കെ ഇടുമ്പോഴത്തേന് അതിൽ ഉപ്പുണ്ടാവും. അപ്പം ഉപ്പ് ഭയങ്കരമായിട്ട് ജാതി ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ എന്നെ ഉണ്ടാക്കാൻ പോണ എന്താണെന്നറിയുമോ? ചിക്കൻ വേവിക്കാനായിട്ട് ഇനി നമുക്ക് ചിക്കൻ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഉണ്ടാവും. ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് കുക്കറിലേക്ക് ഇടാം. ഇതിൽ കുറച്ച് തനിക്കുട്ടിക്കും കുറച്ച് എനിക്ക് സാൻഡ്വിച്ചിന് ഉണ്ടാക്കാനാണേ. ഓക്കെ, ചിക്കനിൽ കുറച്ച് ഉപ്പിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെപ്പർ വേണം. ഒരു കുറച്ച് പെപ്പർ കേട്ടോ, അതെയോ. നമ്മൾ വെജിറ്റബിൾസ് വേവിക്കാൻ വെച്ചു, പിന്നെ പാസ്ത വേവിക്കാൻ വെച്ചു, ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ള വെച്ചാൽ ഇനി എനിക്കുള്ള പരിപാടിയാണ്. നമ്മുടെ ചപ്പാത്തി കുറച്ചിരിപ്പുണ്ടല്ലേ, ചപ്പാത്തി കുറച്ചിരിപ്പുണ്ട്, ചെറിയ ചപ്പാത്തി കേട്ടോ ഉണ്ടാക്കിയ. അപ്പം അതിൽ കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഉള്ളിയും കൂടെ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെന്താണെന്നറിയോ പറഞ്ഞുതരാം. ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് തണുത്തിട്ട് എനിക്ക് കാര്യമുണ്ട്. പാസ്ത നമുക്ക് വേറെ ചെറുതിലോട്ട് മാറ്റി വെക്കാം. ഇനി ചിക്കൻ നമുക്ക് വെന്ത് കിട്ടണം. ചിക്കൻ വെന്താൽ മാത്രമേ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, എനിക്ക് സാൻഡ്വിച്ചിലുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പിന്നെ എന്താ തനിക്കുട്ടിക്കുള്ള ഫുഡിൻ്റെ കാര്യം. അപ്പം ഇപ്പം സമയം ആയിട്ടില്ല, കുറച്ചും കൂടെ ഒന്ന് ഒരു 5 മണി കഴിഞ്ഞിട്ട് അങ്ങോട്ടേ ഉള്ളൂ. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഒരു 6 മണി കഴിഞ്ഞിട്ട് തനുവിനൊന്ന് വെളിയിൽ കൊണ്ടുപോകണം. അപ്പം ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടേ, പിന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പം അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ മയണൈസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് അതിൽ ചേർക്കുമ്പോഴത്തേന് ആ ഭയങ്കരമായിട്ട് വെള്ളം കൂടിപ്പോവും. അതുകൊണ്ട് ഇത് കുറച്ച് നേരം ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഹലോ, അപ്പോൾ ദേ ഞാൻ ചിക്കനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് വെച്ചിട്ട് ഇവിടെ ഒരു പൊടിക്കാറ്റുണ്ടായി ഗൈസ്. അയ്യോ അടിപൊളിയായിരുന്നു. ഞാൻ കുറച്ചൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം, നിങ്ങൾക്കപ്പോൾ കാണാമല്ലോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ എല്ലാം സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി എനിക്കിന് മയണൈസ് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇനിയുള്ളത് ഞാൻ വോയിസ് ഓവർ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ വോയിസ് ഓവർ ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ബൈ. അപ്പോൾ ഇതേ ഞാനൊരു ചെറിയ നമ്മുടെ മിക്സി ജാർ എടുത്തിട്ട് അതിൽ 2 വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞ് ഇടുന്നുണ്ട്. എന്നിട്ട് ഇതേ ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത്തിരി പഞ്ചസാരയും ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അതായത് നമ്മുടെ വെളുത്തുള്ളി ഒന്നും കഷ്ണങ്ങളായിട്ട് കിടക്കാൻ പാടില്ല, നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ആദ്യം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ച് നമ്മുടെ എണ്ണ, സൺഫ്ലവർ ഓയിൽ ഞാൻ കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചിട്ട് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം അതിങ്ങനെ ഒഴിച്ച് വരുമ്പോഴത്തേന് അതിൻ്റെ കണക്കറിയാൻ പറ്റും കേട്ടോ. നമ്മൾ മയോണൈസ് നല്ലതായിട്ട് കട്ടിയാവും. എന്നിട്ട് ഇതേ ഒരു നമ്മുടെ ബൗളിലേക്ക് ക്യാരറ്റും ഉള്ളിയും ചിക്കനും ഒക്കെ ഞാൻ ചിക്കനെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഞാൻ അങ്ങനെ പിച്ചി ഇട്ടിട്ട് എല്ലാം കൂടെ ഞാൻ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈയൊക്കെ നന്നായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് ഇതേ ഞാൻ മയോണൈസ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ ഞാൻ മയോണൈസ് അടിച്ചെടുത്തിരിക്കണേ.
എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തങ്ങോട്ട് ഞാൻ ഫുൾ എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ നമ്മുടെ ഈ ഉള്ളിയും അതെല്ലാം കൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ മിക്സായി കിടക്കത്തില്ല. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എന്നിട്ട് ഇത് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ക്യാരറ്റും ഉള്ളിയും നമ്മുടെ കാഷ്യൂവും കൂടെ എടുത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ വരും കേട്ടോ. എന്നിട്ട് ഞാൻ പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനിപ്പം ഇവിടെ നിന്ന് കുറച്ച് നെയ്യാട്ടോ ചേർത്തിരിക്കണം. എന്നിട്ട് ഇത് ഒരു വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞങ്ങോട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്യുക കേട്ടോ, ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് മൂക്കണ്ട, കുറച്ചൊന്ന് മൂത്ത് വന്നാൽ മതി. എന്നിട്ട് കുറച്ച് കോൺ എടുത്തിട്ടുണ്ട്, അതും കുറച്ച് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ പാകത്തിനാട്ടോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കാം, അങ്ങനെ കണക്കൊന്നുമില്ല. എന്നിട്ട് ഇത് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റും ചേർത്തിട്ട് ആ മിക്സി അങ്ങോട്ട് കഴുകി അങ്ങ് ഒഴിക്കുക കേട്ടോ. കാര്യം അതൊന്നും കളയണ്ടല്ലോ, അപ്പം നമ്മൾ നന്നായിട്ട് അതൊന്ന് കഴുകി അങ്ങോട്ട് ഫുള്ളങ്ങോട്ട് ഒഴിക്കുക. ഇതൊന്നും ഇങ്ങനെ കുറുകി വരും കേട്ടോ നന്നായിട്ട്. എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അതിന് പകരം ഒരു ഓർഗാനോ നമ്മൾ ഡൊമിനോസിലൊക്കെ കിട്ടത്തില്ലേ, നമുക്ക് പാക്കറ്റിൽ കിട്ടത്തില്ലേ, അതിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ ഓർഗാനോ എടുത്തു, അത് മിക്സ് ചെയ്തിട്ടു. എന്നിട്ട് ഇത്തിരി നമ്മുടെ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പ് ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടില്ല. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്റ്റയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തിളയ്ക്കും കേട്ടോ. ഇത്തിരി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും അങ്ങ് ഓഫ് ചെയ്തേക്കാം. ലാസ്റ്റ് നമ്മുടെ ലെറ്റ്യൂസ് ഉണ്ടല്ലോ, അത് ഞാൻ ഗാർണിഷിനായിട്ട് അങ്ങ് യൂസ് ചെയ്തു കേട്ടോ. അതങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് എടുത്തു. പക്ഷെ അതൊക്കെ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് അടുത്ത് നമ്മുടെ പരിപാടിയാണ് നമുക്കുള്ളത്. അതായത് ചപ്പാത്തിയിലേക്ക് ഇത് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ നമ്മുടെ ഫില്ലിങ് ഉണ്ടല്ലോ, ആ ഫില്ലിങ് ഇതേ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ ഒരവസ്ഥ പറ്റിയപ്പോൾ നമ്മുടെ ലെറ്റ്യൂസ് ആഡ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇതേ ലെറ്റ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ തുറന്നിട്ട് ഞാൻ പിന്നെ ലെറ്റ്യൂസ് വെച്ചിട്ട് പിന്നെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഇതേ ഈ ചപ്പാത്തിയിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടു. അതെ ഈ കൂട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളി കൂട്ടാണ്. ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് ബാക്കി 3 ചപ്പാത്തി എൻ്റെ കയ്യിൽ ബാക്കി ഇട്ടത് 3 ഞാൻ ഫില്ല് ചെയ്ത് വെച്ചു. ബാക്കി എനിക്ക് ഇത്ര എക്സ്ട്രാ വന്നു കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ചിക്കൻ വേവിച്ച് കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് ചൂടാക്കി ഇത്തിരി കുരുമുളക് കൊണ്ട് ഇട്ടിട്ട് ഞാൻ വെച്ചു കേട്ടോ. അപ്പോൾ തന്നെ കുട്ടിക്ക് അത് കൊടുക്കാമല്ലോ, നല്ലതാണ്. ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. സിങ്കിലിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ നിറഞ്ഞു കിടക്കും. അപ്പം ഞാൻ അതൊക്കെ അങ്ങ് കഴുകി അങ്ങ് വെച്ച കേട്ടോ.
പാസ്ത ടേസ്റ്റ് ഇവള് അനുകുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി ക്യാരറ്റ് പാസ്ത ബ്ലാൻഡ് ടേസ്റ്റ് അനുകുട്ടി ഇഷ്ടപ്പെടും. സ്പൈസസ് ഒക്കെ കുറവല്ല. ഇപ്പോൾ നമ്മുടെ തനിക്കുട്ടിക്കും ഭക്ഷണം ഇഷ്ടമായി. ഇപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു, തനിക്കുട്ടി ഭക്ഷണം മൊത്തം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീക്കും ഭക്ഷണം ഇഷ്ടമായി. ഇതേ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക ചിപ്സ് ഇരുന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, നമുക്ക് വേറെ ദിവസം വേറെ വ്ളോഗിൽ കാണാം. ടാറ്റ ബൈ ബൈ.